പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മൻസൂർ അലി സാറ് നമ്മുടെ തൊഴിൽ വീതിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് എഴുതുന്ന സീരിയസ്നെസ്സോടുകൂടി തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും സംസാരിച്ച സമയം കളയണ്ട, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കും. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. 2022 ലോക സന്തോഷ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? 2022 സന്തോഷ സൂചികയിൽ, ലോക സന്തോഷ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ശരി ഉത്തരം മാർക്ക് ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയേ. 2022 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഓക്കെ, അപ്പോൾ സിമ്പിളാണല്ലേ. ശരി ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, നമ്മുടെ ഫിൻലൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഫിൻലൻഡാണ് എന്ത് ചെയ്യുന്നത്, 2022 ലോക സന്തോഷ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ സഹായം നൽകുമെന്ന് അടുത്തിടെ ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഒന്നും കൂടി ശ്രദ്ധിക്കുക. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ 1000 രൂപ സഹായം നൽകുമെന്ന് അടുത്തിടെ ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഏത് സംസ്ഥാനമാണ്? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് മാർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ പോയിരിക്കുന്നത് അവിടുത്തെ ചീഫ് മിനിസ്റ്ററുടെ മേലെ തന്നെയാണ്. ആരാണ് അദ്ദേഹം? നമ്മുടെ സ്റ്റാലിൻ അല്ലേ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, തമിഴ്നാടാണ് കേട്ടോ. അപ്പോൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ സഹായം നൽകുമെന്ന അടുത്തിടെ ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തമിഴ്നാട് തന്നെയാണെന്ന് അറിഞ്ഞിരിക്കാം. മൂന്നാമത്തെ ചോദ്യം. ഇൻ്റർനാഷണൽ ജിയോളജിക്കൽ കോൺഗ്രസിൻ്റെ 36ാം പതിപ്പിൻ്റെ വേദി എവിടെയെന്നാണ് ചോദ്യം ശ്രദ്ധിച്ചേ. ഇൻ്റർനാഷണൽ ജിയോളജിക്കൽ കോൺഗ്രസിൻ്റെ 36ാം പതിപ്പിൻ്റെ വേദി എവിടെയെന്നാണ് ചോദ്യം. നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ശരി ഉത്തരം കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയേ. എവിടെയാണ് ഇൻ്റർനാഷണൽ ജിയോളജിക്കൽ കോൺഗ്രസിൻ്റെ 36ാം പതിപ്പിൻ്റെ വേദി എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ശരി ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, നമ്മുടെ ന്യൂഡൽഹിയാണേ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് നാലാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. 2021 തകഴി പുരസ്കാര ജേതാവ് ആരാണ്? 2021 തകഴി പുരസ്കാര ജേതാവ് ആരെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം കേട്ടോ. അപ്പോൾ ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാര്യം ഞാൻ ഈ ക്വസ്റ്റ്യൻ പല വീഡിയോകളിലും ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ 2021 തകഴി പുരസ്കാര ജേതാവ് ആര് തന്നെയാണ്? നമ്മുടെ എം ലീലാവതിയാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, എം ലീലാവതിയാണ് 2021 തകഴി പുരസ്കാര ജേതാവ്. ആരാണ്? എം ലീലാവതിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 8ാമത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ ടീം ഏതാണ്? 8ാമത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ്, നമ്മുടെ ISLൻ്റെ ഫുട്ബോൾ ചാമ്പ്യന്മാരായ ടീം ഏതാണെന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം കേട്ടോ. അപ്പോൾ ശരി ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഓക്കെ, ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, നമ്മുടെ ഹൈദരാബാദ് FC ആണല്ലേ. അപ്പോൾ ഹൈദരാബാദ് FC ആണ് 8ാമത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ ടീം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദ് FC ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി എനിക്ക് പറയേണ്ടത് അൺഅക്കാഡമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കോഴ്സുകളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സുകളെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം നിലവിൽ ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഡ്യൂക്കേറ്റേഴ്സും വളരെ മികച്ച എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആയിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ആരംഭം എന്ന പേരിലുള്ള 55 ദിവസത്തേക്കുള്ള 10th ലെവൽ പ്രിലിംസിൻ്റെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ദൗത്യം എന്ന പേരിലുള്ള 150 ദിവസത്തേക്കുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസിൻ്റെയും ആയിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. അതിലേക്ക് ഞാനും നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ആണ് പഠിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ കോഴ്സിലേക്ക് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി അൺഅക്കാഡമിയിലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവ് എന്ന പേരിലുള്ള 150 ദിവസത്തേക്കുള്ള SCRT മൊത്തം കവർ ചെയ്യുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ദൗത്യം എന്ന പേരിലേക്കുള്ള 150 ദിവസത്തേക്കുള്ള ഡിഗ്രി ലെവലിൻ്റെ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പോരാത്തതിന് ഉയരെ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഉയരെ എന്ന് പറയുന്ന ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ KS എക്സാമിൻ്റെ ആണ് കേട്ടോ, ഉയരെ. അപ്പോൾ ഇതിനും ഒരുപാട് ആൾക്കാർ, ഇത് പ്രിലിംസ് കംസ് മെയിൻസ് ബാച്ചാണ്. തീർച്ചയായിട്ടും അതിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബിവറേജസ് LD ഒക്കെ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബിവ്കോ LD എക്സാമിലേക്കുള്ള ജേതാവ് എന്ന പേരിലുള്ള 100 ദിവസത്തെ കോഴ്സ് അവൈലബിൾ ആണ്. അറിവ് എന്ന പേരിലുള്ള 120 ദിവസത്തെ കോഴ്സ്, അത് കേരള SCRT കംപ്ലീറ്റ് കവർ ചെയ്യുന്ന അറിവ് എന്ന പേരിലുള്ള ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ പ്ലസ് ടെസ്റ്റുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ അൺഅക്കാഡമിയിൽ കൊടുക്കുന്നതായിരിക്കും. പോരാത്തതിന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ഒരു കോഡ് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാര്യം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓഫർ ലഭിക്കാനായിട്ട് HPL10 എന്ന് പറയുന്ന ഈ കോഡ് ഒന്ന് ഉപയോഗിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. HPL10
10 എന്ന് പറയുന്ന ഈ ഒരു കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% മുതൽ 20% വരെ ഉള്ള ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പോരാത്തതിന് നിങ്ങൾ അൺഅക്കാഡമിയുടെ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് 29% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിലവിലത്തെ നമ്മുടെ പ്ലാൻസ്. ഇതൊക്കെയാണ് കണ്ടല്ലോ. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കോഡ് HPL 10 എന്ന് പറയുന്ന ഈ ഒരു കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൻ്റെ ഒരു കുറവിനകത്ത് നിങ്ങൾക്ക് അൺഅക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു അവസരം നല്ലപോലെ തന്നെ യൂസ് ചെയ്യുക, അൺഅക്കാഡമി മെമ്പർ ആവുക. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമിയിലും അവൈലബിൾ ആയിരിക്കും. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ പേര് തന്നെ HarishankarPL എന്നാണ്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അൺഅക്കാഡമിയിലെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം HarishankarPL എന്ന് സെർച്ച് ചെയ്ത ശേഷം പ്രൊഫൈൽ കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന അൺഅക്കാഡമിയുടെ ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊക്കെ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാലോ. ഏഷ്യയിലെ ഏറ്റവും വലിയ CNG പ്ലാന്റ് വന്നത് എവിടെയാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ CNG അല്ലേ, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അല്ലേ. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ CNG പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയെന്നാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. പെട്ടെന്ന് ശരി ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ശരി ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ CNG പ്ലാന്റ് വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ്, ഇൻഡോർ ആണല്ലേ. അപ്പോൾ ഇൻഡോറിലാണ് എന്ത് വരുന്നത്? ഏഷ്യയിലെ ഏറ്റവും വലിയ CNG പ്ലാന്റ് വരുന്നത് ഇൻഡോറിലാണെന്ന് അറിഞ്ഞിരിക്കുക. 7ാമത്തെ ചോദ്യം, സംസ്ഥാനത്തിൻ്റെ ഹരിതാഭ വർദ്ധിപ്പിക്കാൻ വേണ്ടി വനം, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ചോദ്യം. ഓക്കെ, സംസ്ഥാനത്തിൻ്റെ പച്ചപ്പാണ് കേട്ടോ. സംസ്ഥാനത്തിൽ ചെടികളും കാര്യങ്ങളൊക്കെ വച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ പച്ചപ്പ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ ഹരിതാഭ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വനം അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് എന്താണെന്നാണ് നമ്മുടെ 7ാമത്തെ ചോദ്യം. എന്താണ്? ഓപ്ഷൻ ഡി ആണല്ലേ ശരി ഉത്തരം. വൃക്ഷസമൃദ്ധിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, വൃക്ഷസമൃദ്ധിയാണ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഹരിതാഭ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വനം, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? വൃക്ഷസമൃദ്ധി എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? 8ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം വരുന്നത് എവിടെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം വരുന്നത് എവിടെയാണെന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. പറഞ്ഞേ, ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം വരുന്നത് എവിടെയാണ്? സിമ്പിൾ അല്ലേ? ഏതാണ്? ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് ഒക്കെ ഏതാണ്? കോട്ടയമാണല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം വരുന്നത് എവിടെയാണ്? കോട്ടയത്താണെന്ന് അറിഞ്ഞിരിക്കുക. അതും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ്. കാര്യം നമുക്ക് കറണ്ട് അഫെയർസൊക്കെ എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെയും ചോദിക്കാം അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ വീഡിയോ ലൈക്ക് ചെയ്തേ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാമല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. 2022 ഖത്തറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക സ്പോൺസറായി പ്രഖ്യാപിച്ച ഇന്ത്യൻ കമ്പനി ഏതെന്നാണ് ചോദ്യം. ഏതാണ്? അപ്പോൾ നമ്മുടെ 2022 ഖത്തറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക സ്പോൺസറാവാൻ തക്ക പ്രാപ്തിയുള്ള നിലവിലത്തെ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഇന്ത്യൻ കമ്പനി ഏതാണ്? നമ്മുടെ ബൈജൂസ് ആപ്പാണ് കേട്ടോ. അപ്പോൾ ബൈജൂസ് ആപ്പാണ് എന്ത് ചെയ്യുന്നത്? 2022 ഖത്തറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിൽ ഔദ്യോഗിക സ്പോൺസറായി പ്രഖ്യാപിച്ച ഇന്ത്യൻ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ബൈജൂസ് ആപ്പാണെന്ന് അറിഞ്ഞിരിക്കുക. 2ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ഗണിത പാർക്ക് വരുന്നത് ഏത് പ്രദേശത്തെ സ്കൂളിലാണ്? കേരളത്തിലെ ആദ്യത്തെ ഗണിത പാർക്ക് വരുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഏത് പ്രദേശത്തെ സ്കൂളിലാണ് കേരളത്തിലെ ആദ്യത്തെ ഗണിത പാർക്ക് വരുന്നതെന്നാണ് നമ്മുടെ 2ാമത്തെ ചോദ്യം. പെട്ടെന്ന് പറഞ്ഞേ, ശരി ഉത്തരം പറഞ്ഞേ. ഓക്കെ, നമ്മുടെ തിരുവനന്തപുരത്തെ നേമത്തിലാണ് കേട്ടോ. തിരുവനന്തപുരം നേമത്തിലാണ് എന്ത് വരുന്നത്? കേരളത്തിലെ ആദ്യത്തെ ഗണിത പാർക്ക് വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം നേമത്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാമല്ലോ. സംസ്ഥാന സർക്കാരിൻ്റെ അതീവ ദാരിദ്ര്യ സർവേ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതീവ ദരിദ്ര കുടുംബങ്ങളുള്ള ജില്ല ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചേ, സംസ്ഥാന സർക്കാരിൻ്റെ അതീവ ദാരിദ്ര്യ സർവേ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതീവ ദരിദ്രരുള്ള കുടുംബങ്ങളുള്ള ജില്ല ഏതെന്നാണ് ചോദ്യം. അതിനു മുന്നേ ദരിദ്രരില്ലാത്ത ജില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ദരിദ്രരഹിത ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കോട്ടയമാണ് കേട്ടോ. അപ്പോൾ കോട്ടയമാണ് ദരിദ്രർ ഇല്ലാത്തത്. എന്നാൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള അല്ലെങ്കിൽ ദരിദ്ര കുടുംബങ്ങളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സിമ്പിൾ അല്ലേ? അപ്പോൾ നിങ്ങൾ ശരി ഉത്തരം ഒന്ന് മാർക്ക് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ശരി ഉത്തരം. ബാക്കിയൊക്കെ നമ്മൾ ഇടുക്കി, വയനാടൊക്കെ ചിലപ്പോൾ പറയാനായിട്ട് നമുക്ക് തോന്നും, പക്ഷേ മലപ്പുറമാണ് ശരി ഉത്തരവേ. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അതീവ ദരിദ്ര സർവേ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതീവ ദരിദ്ര കുടുംബങ്ങളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയാണെന്ന് അറിഞ്ഞിരിക്കുക. മലപ്പുറം ജില്ലയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 44ാമത് ലോക ചെസ് ഒളിമ്പ്യാഡിന് വേദിയാവുന്ന രാജ്യം ഏതാണ്? 44ാമത്തെ വേൾഡ് ചെസ് ഒളിമ്പ്യാഡിന് വേദിയാവുന്ന രാജ്യം ഏതാണ് എന്നാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. ഏതാണ്?
ചെസ് ഒളിമ്പ്യാഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ശരി ഉത്തരം മാർക്ക് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് പറ്റും. ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ 4ാമത് ലോക ചെസ് ഒളിമ്പ്യാഡിന് വേദിയാവുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 5ാമത്തെ ചോദ്യം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സ്വിറ്റ്സർലാൻഡ് കേന്ദ്രമായ IQAir എന്താണ്? IQAir തയ്യാറാക്കിയ ലോക വായു നിലവാര റിപ്പോർട്ട് 2021 പ്രകാരം ലോകത്ത് വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ തലസ്ഥാന നഗരം ഏതെന്നാണ് ചോദ്യം. ഒന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ സ്വിറ്റ്സർലാൻഡിലെ കേന്ദ്രമല്ല സ്വിറ്റ്സർലാൻഡ് കമ്പനിയായിട്ടുള്ള IQAir തയ്യാറാക്കിയിട്ടുള്ള ലോക വായു നിലവാര റിപ്പോർട്ട് 2021 പ്രകാരം ലോകത്ത് വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ തലസ്ഥാന നഗരം ഏത് ആണെന്നാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ്, നമ്മുടെ ഡൽഹിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊറോണയുടെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് ഒരുപാട് ആർട്ടിക്കൽ ന്യൂസുകളൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ്. ഏതായാലും സ്വിറ്റ്സർലാൻഡ് കേന്ദ്രമാക്കിയിട്ടുള്ള IQAir റിപ്പോർട്ട് തയ്യാറാക്കിയതനുസരിച്ച് ലോകത്തിൽ അല്ലെങ്കിൽ ലോക വായു നിലവാരത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ തലസ്ഥാന നഗരം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഡൽഹിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സുമായിട്ട് നമ്മുടെ തൊഴിൽ രീതിയിൽ നിന്ന് എടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരുപാട് വിവരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പുതിയ അറിവുകൾ ഇതിൽ നിന്ന് കിട്ടിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.